നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അന്റോനി ഗ്രീസ്മാൻ വീണ്ടും ബ്രേസ് നേടിയിരിക്കുന്നു. ഹുലിൻ ആൽവാരസ് അദ്ദേഹത്തിൻ്റെ ഗോളടി തുടരുകയാണ്, മിന്നും ഫോം തുടരുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് മികച്ച വിജയം തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നേടിയിരിക്കുന്നു. സ്ലാവൻ ബ്രാറ്റിസ്ലാവക്കെതിരെ 3-1 അവരുടെ വിജയം. മത്സരത്തിൽ അന്റോനി ഗ്രീസ്മാൻ്റെ ഇരട്ട ഗോളുകൾ, ഒപ്പം ഹുലിൻ ആൽവാരസിൻ്റെ ഒരു ഗോളും പിറന്നിരിക്കുന്നു. ഈ കളിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഗ്രീസിയും ഹുലിൻ ആൽവാരസും ഒരുമിച്ചാണ് ഇറങ്ങിയത്. മത്സരത്തിന്റെ 16-ാമത്തെ മിനിറ്റിൽ ഹുലിൻ ആൽവാരസിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ലീഡ്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് 42-ാമത്തെ മിനിറ്റിലാണ് അന്റോനി ഗ്രീസ്മാന്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. ഇടവേള സമയത്ത് അവർ 2-0 മുന്നിലായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ സ്ലോവൻ ബ്രാറ്റിസ്ലാവ ഞെട്ടിച്ചു. അവര് ഒരു ഗോൾ പെനാൽറ്റിയിലൂടെ മടക്കിയടിച്ചു 51-ാമത്തെ മിനിറ്റിൽ. എന്നാൽ 57-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗ്രീസി ഗോൾ അടിച്ചതോടെ അത്ലറ്റിക്കോ മാഡ്രിഡ് 3-1 വിജയിച്ച് കയറുകയായിരുന്നു. ഇതോടുകൂടി ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 6 കളികളിൽ നിന്ന് 12 പോയിന്റുമായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് 11-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. മിന്നും പ്രകടനമാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കുക, കഴിഞ്ഞ അവരുടെ 10 മത്സരങ്ങൾ എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് എടുത്താൽ 10 വിജയങ്ങളാണ്. 10 വിജയങ്ങൾ, ഒരു സമനിലകളുമില്ല. 30 ഗോളുകൾ അവരടിച്ചു. 7 ഗോളുകൾ മാത്രമേ തിരികെ വാങ്ങിയുള്ളൂ. അങ്ങനെ പൊളിച്ചടുക്കിയ ഒരു പെർഫോമൻസ് ആണ് ഈ സമീപകാലത്തായിട്ട് ഡിയേഗോ സിമിയോണിയുടെ കുട്ടികൾ നടത്തുന്നത്. അത് തുടരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.